ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നടപടിയുമായി മൂവാറ്റുപുഴ പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മൂവാറ്റുപുഴ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി കെ.ആർ. മനോജ്. ലഹരിവിരുദ്ധ പോരാട്ടവും മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്കും നിയന്ത്രിക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി. സർക്കാരിന്റെ പ്രധാന ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ മൂവാറ്റുപുഴ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ കർശനമായി നടപ്പിലാക്കുമെന്നും മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ പോലീസിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കുമെന്നും ഡിവൈഎസ്പി കെ.ആർ. മനോജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എംസി റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഓണക്കാലത്തെ തിരക്ക് പ്രമാണിച്ച് റോഡ് തടസ്സപ്പെടാത്ത രീതിയിൽ കൃത്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായ ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അത് വളരെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മൂവാറ്റുപുഴ പോലീസിൻ്റെ കഴിവിൻ്റെ പരമാവധി ഫോഴ്സ് ഉപയോഗിച്ച് മൂവാറ്റുപുഴയിൽ നിന്ന് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഉപയോഗവും വിപണനവും അതിൻ്റെ കച്ചവടം ഇതെല്ലാം മാക്സിമം ഒഴിവാക്കുന്നതിനും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പോലീസിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു ടീമിനെ ഉണ്ടാക്കുകയും അതിനെതിരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കുകയാണ് എൻ്റെ ഒരു പ്രാരംഭമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റേഷനിലും സബ് ഇൻസ്പെക്ടർമാരാണ് ഇപ്പോൾ SHOമാരാകുന്നത്. അപ്പോൾ ഒരു ലെവൽ സൂപ്പർവിഷൻ കൂടി നമുക്ക് കിട്ടും. അത് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കാണ്. എംസി റോഡിൽ പലപ്പോഴും ഒരു ബ്ലോക്ക് ഉണ്ടാകാത്ത രീതിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ച് അതോടെ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് വളരെയധികം ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ആളുകളും വാഹനങ്ങൾ റോഡിലിറങ്ങാറുണ്ട്. അപ്പോൾ അത് റോഡ് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ കഴിയാവുന്ന രീതിയിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഗുണ്ടകൾക്കും ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗുണ്ടകൾക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സാധാരണ ഒരു പോലീസ് ഞങ്ങൾ സാധാരണ ചെയ്യിൽ നിന്ന് കുറച്ചുകൂടി ശക്തമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറ്റവാളികൾക്കും ഗുണ്ടകൾക്കുമെതിരെ ഓപ്പറേഷൻ ഗ്രിപ്പ് വഴി ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളും. സബ് ഇൻസ്പെക്ടർമാർ SHOമാരായി പ്രവർത്തിക്കുന്ന സ്റ്റേഷനുകളിൽ മെച്ചപ്പെട്ട മേൽനോട്ടം ഉറപ്പാക്കുമെന്നും സർക്കാരിന്റെ പ്രധാന ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ മൂവാറ്റുപുഴ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ കർശനമായി നടപ്പിലാക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.